ബിഗ് ബോസ് മലയാളം സീസൺ 7 എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ വെറും അപ്ഡേറ്റ് ഇല്ല. തമിഴിൽ കണ്ട പോലെ തന്നെ വീട്, അതെ നമ്മുടെ വീട് എങ്ങനെയാണെന്നുള്ളൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇത്തവണ പൂളുണ്ടോ ബിഗ് ബോസില്, നമുക്ക് നോക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ബെല്ലൈക്കൺ എന്നെ വിളിച്ചതിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോ ഇത്തവണ പൂളുണ്ടോ ബിഗ് ബോസിലേക്ക്? ബിഗ് ബോസിൽ പൂളുണ്ടോ? പൂളില്ല. ബിഗ് ബോസിൽ ഇത്തവണ പൂളില്ല എന്ന് പറഞ്ഞത് ഭയങ്കര കഷ്ടമായി പോയല്ലേ. പൂളില്ലാത്ത എന്ത് ബിഗ് ബോസ് അല്ലേ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ പൂളില്ല എന്ന് പറയുമ്പോൾ തന്നെ ബിഗ് ബോസ് എനിക്ക് ഓർക്കാനേ പറ്റില്ല. കാരണം പൂൾ ഉണ്ടെങ്കിലാണ് അടിപൊളി അല്ലേ. പിന്നെ ഇത്തവണ ഗാർഡൻ ഏരിയ വലുതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് നമ്മുടെ വീടിന്റെ ചുറ്റും എന്താണ് തത്തകളുടെ പെയിന്റിങ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തത്തകൾ. ചിലപ്പോ വേറെ ഡിഫറെന്റ്, ഈ ലോകത്ത് എത്ര തത്തകളുടെ വെറൈറ്റീസ് ഉണ്ട്, അതിന്റെ ഒക്കെ ഒരു പെയിന്റിങ് ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മൃഗങ്ങളുടെ ഒരു സ്റ്റാച്യുവോ അല്ലെങ്കിൽ ഒരു പെയിന്റിങ് ഒക്കെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മൂന്നാമതായിട്ട് ജയിൽ എന്ന് പറയുന്നത് ഏഴിന്റെ ഷേപ്പാണെന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെയായിരിക്കും ഇത്രയൊക്കെ എല്ലാം ഉണ്ടാവുള്ളൂ? ഒരാൾക്കെങ്കിലും കിടക്കാനുണ്ടെങ്കിൽ ഭാഗ്യം. പിന്നെ ബാത്റൂം ഇല്ല ജയിലില്. കഷ്ടമായിപ്പോയി അല്ലേ. ഏഴിന്റെ പണി തന്നെയാണ് അതിന് കിട്ടിയിരിക്കുന്നത്. ഏഴിന്റെ പണി. ജയിൽ ഏഴിന്റെ ഷേപ്പിലും ബാത്റൂമും ഇല്ല. അപ്പൊ പണിയല്ലേ. അപ്പൊ അങ്ങനെയാണ് ഇത്തവണ ജയിൽ സെറ്റാക്കിയിരിക്കുന്നത്. അടുത്തത് 3 നീളമുള്ള ബ്രൗൺ നിറത്തിലുള്ള മാവിന്റെ ഇല പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഇല. അത് സ്മോക്കിംഗ് ഏരിയ ആണ്. എന്നുവെച്ചാല് സ്മോക്കിംഗ് ഏരിയ എന്ന് വെച്ചാൽ 3 ഇലകള് വെച്ചിട്ട് ഇങ്ങനെ ഒരു റൂം പോലെ ആക്കിയിരിക്കുന്നത്. ബ്രൗൺ നിറത്തിലാണ് കേട്ടോ. ബ്രൗൺ നിറം, നമ്മുടെ കരിയില, അത് തന്നെ സംഭവം. അതുപോലെ തന്നെ കറുത്ത സിലിണ്ടർ പെട്ടിയുണ്ട്. ഒരു സൈഡിലായിട്ട് കറുത്ത സിലിണ്ടർ പെട്ടിയും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അകത്തേക്ക് വരികയാണെങ്കിൽ ലിവിങ് ഏരിയ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഭയങ്കര വിശാലം. 15 പേർക്ക് ഇരിക്കാനുള്ള ഒരു സോഫ. 15 പേർക്ക് ഇരിക്കാനുള്ള സോഫയാണ് ഉള്ളത്. വൃത്താകൃതിയിലാണ് ഉള്ളത്. ഇങ്ങനെ സോഫ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് സോഫ ഇരിക്കുന്നത്. അപ്പോൾ 15 പേർക്ക് ഇരിക്കാനുള്ള ഒരു സോഫയുണ്ട്. പിന്നെ കൺഫെഷൻ റൂമിനെ പറ്റിയ ഒരു അപ്ഡേറ്റ് ഇല്ല കേട്ടോ. കൺഫെഷൻ റൂം എങ്ങനെയാണെന്നോ ഒന്നുമില്ല. പക്ഷേ കൺഫെഷൻ റൂം കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ലിവിംഗ് റൂം ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടുത്തത് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ കേസ് വരികയാണെങ്കിൽ ഡൈനിങ് ഏരിയയുടെ മേളിലായിട്ട് സീലിംഗിൽ ഒരു അടിപൊളി സാധനം ഒരു സാധനം സെറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷെ അത് അറിയില്ല, നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്ന് നോക്കാം. പിന്നെ ഫർണിച്ചറും സീലിങ്ങുകളെല്ലാം പച്ച, മഞ്ഞ, മെറൂൺ നിറത്തിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു ഇതിലൊക്കെയാണ് ഉള്ളത്. പിന്നെ പൂന്തോട്ടത്തിലുണ്ട് കേട്ടോ. പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഒരു കാര്യമാണ് പറയാൻ പറഞ്ഞത്. പൂന്തോട്ടത്തില് സോഫയും പിന്നെ ഒരു കോർണറും ഉണ്ട്. എന്ന് വെച്ചാല് സംസാരിച്ച് ഇതൊക്കെ ഇരിക്കാനുള്ള ഒരു ഏരിയ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഗാർഡൻ ഏരിയയിൽ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഡാർക്ക് ബ്ലൂ ഇല എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് നീല അല്ലെ, കടും നീലയുടെ ഒരു ഇല വെച്ചുള്ള ഒരു മരം. ആ മരത്തിലെ ലൈറ്റുകള് അടിപൊളി, ഒരു സ്വർഗത്തെത്തിയ ഒരു ഫീലൊക്കെ ആയിരിക്കും കാണുമ്പോൾ. അത് ഗാർഡൻ ഏരിയയിൽ ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ രാത്രി അതൊക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ നൈസായിരിക്കും, സെറ്റ് സാധനമായിരിക്കും. എന്തായാലും ഗ്രാൻഡ് ലോഞ്ചിന് കാണാൻ എങ്ങനെയാണെന്നല്ലേ. പിന്നെ ഡൈനിങ് ഏരിയ, ലിവിങ് ഏരിയയിൽ വരുമ്പോൾ ഡൈനിങ് ഏരിയയിൽ ഒരു കുറച്ച് വിളക്കുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ ഒരു യെല്ലോ നിറത്തിലുള്ള ലൈറ്റും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇത്തവണത്തെ ഒരു പ്രത്യേകത വെച്ചാൽ വലിയ ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ വലിയ ഡൈനിങ് ടേബിൾ ആണ്. നമ്മുടെ പ്രൊമോ ഇല്ലേ, ബിഗ് ബോസിന്റെ പ്രൊമോ, മറ്റേ സാൻഡാട്ട വെച്ചുള്ള പ്രൊമോ, അതിൽ പറയുന്ന സംഭവം തന്നെ. ഡൈനിങ് ഏരിയയും വലിയ ഡൈനിങ് ടേബിളും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സർക്കിൾ ഷേപ്പിലാണ് ഉള്ളത്. അടുത്തത് വലിയ ബെഡ്റൂം. പ്രൊമോയിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്, വലിയ ബെഡ്റൂം ഉണ്ട്. പിന്നെ ലക്ഷറീസ് ആയിട്ടുള്ള പുതിയൊരു സാധനം, മേക്കപ്പ് റൂം. ഇതുവരെയായിട്ട് ബിഗ് ബോസിൽ കണ്ടിട്ടില്ല. സാധാരണ ബെഡ്റൂമിലാണ് എല്ലാവരും മേക്കപ്പ് ഇടുന്നതൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ
ഒരു മേക്കപ്പ് റൂം സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ലക്ഷറീസ് ആണ്. നമുക്ക് നോക്കാം. പിന്നെ ഇത്തവണ ബെഡ്റൂം എന്ന് വെച്ചാൽ 6 സിംഗിൾ ബെഡ്റൂമും 6 ഡബിൾ ബെഡ്റൂമാണ് ഉള്ളത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 18 പേരാണ് ബിഗ് ബോസിലേക്ക് കയറാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ 18 പേര് ഇത്തവണ ബിഗ് ബോസിൽ ഉണ്ടാകും. ഞാൻ പറഞ്ഞിരുന്നു 25 പേരൊക്കെ കയറണമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ബെഡ്റൂമിന് അനുസരിച്ചാണെങ്കിൽ 18 പേര് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അതിന് കൂടുതൽ വന്നൊരു ഇതുണ്ട്, നമ്മുടെ മലയാളത്തിൽ തന്നെയാണ് അത് പറയുകയും ചെയ്തില്ല കേട്ടോ. അയ്യോ ബെഡില്ലേ, അപ്പൊ നിങ്ങൾ താഴെ എവിടെയെങ്കിലും കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു സംഭവം അതിലുണ്ട്. അടുത്തത് പിന്നെ ഡൈനിങ്ങില് ഒരു വിളക്കുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. പിന്നെ കണ്ടസ്റ്റൻസിന് ഒരു പണി വരുന്നതെന്ന് വെച്ചാല് കിടപ്പ് മുറിയില് മൈക്ക് ഉണ്ട്. ഇത്തവണ മൈക്ക് ഊരിയിട്ട് സംസാരിച്ചാല് നമുക്ക് കേൾക്കാൻ പറ്റുമെന്നാണ്. ബെഡ്റൂമിലൊക്കെ ഫുള്ള് മൈക്ക് വെച്ച് നിറച്ചിരിക്കുകയായിരിക്കും. അതൊരു പണി തന്നെയാണ്. കാരണം നമുക്ക് എല്ലാം കാണിച്ചു. ഇപ്പൊ രാത്രി 12 മണിക്ക് ശേഷമെങ്കിൽ എല്ലാവരും ഉറങ്ങൂല, എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് ഒരു വേറെ നടക്കില്ല. മൈക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം അല്ലെ എങ്ങനെയായിരിക്കും നമ്മുടെ വീട്. അടിപൊളിയായിരിക്കോ നമുക്ക് നോക്കാം. നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി വെറും 4 ദിവസമേ ഉള്ളൂ നമുക്ക്. പിന്നെ ഇതിനെ പറ്റിയുള്ള പിക്ചറും സാധനങ്ങളൊക്കെ നമ്മുടെ തലേ ദിവസമല്ല, ബിഗ് ബോസ് തുടങ്ങുന്നതിന് അന്ന് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് നോക്കാം. അടുത്ത ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.